ഗുരുവായൂരിലെ ബി.ജെ.പി. സ്ഥാനാർത്ഥി ബി ഗോപാലകൃഷ്ണന്റെ വിദ്വേഷ പരാമർശം ഗൗരവതരമെന്നാണ് ഹൈക്കോടതിയുടെ നിരീക്ഷണം. പരാതിയിൽ 2 മാസത്തിനകം തീരുമാനമെടുക്കാൻ ഇലക്ഷൻ കമ്മീഷന് നിർദ്ദേശം നൽകി. പരാമർശം സമൂഹത്തിനെ ഏതു തരത്തിൽ ബാധിച്ചുവെന്ന് പരിശോധിക്കാനും കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ആജ്ഞ രവീന്ദ്രൻ ചേരുന്നുണ്ട്. ആജ്ഞ, ഹൈക്കോടതി ഇടപെടൽ വളരെ പ്രധാനപ്പെട്ടതാണ്. അത് ബി ഗോപാലകൃഷ്ണൻ എത്ര കണ്ട് അദ്ദേഹത്തിനെ ബാധിക്കും? തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിന് തടസ്സമില്ല. 2 മാസത്തിനകം പരിശോധിക്കാനെന്ന നിർദ്ദേശം എന്ന് പറയുമ്പോൾ തെരഞ്ഞെടുപ്പ് കഴിയും. എന്താണ് കോടതിയുടെ ഈ നിർദ്ദേശം? സജിത്ത്, ബി ഗോപാലകൃഷ്ണന്റെ പരാമർശം ഗൗരവതരമുള്ള ആണ് എന്നാണ് കോടതിയുടെ നിരീക്ഷണം. ജസ്റ്റിസ് ബെച്ചു കുര്യൻ തോമസിന്റെ ബെഞ്ചാണ് കേസ് പരിഗണിച്ചത്. KSU തൃശൂർ ജില്ലാ പ്രസിഡന്റ് കെ ഗോകുൽ നൽകിയ ഹർജിയിന്മേലാണ് കോടതിയുടെ നിരീക്ഷണം. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് 2 മാസത്തിനകം തീരുമാനം എടുക്കണം എന്ന് തന്നെയാണ് ഇലക്ഷൻ കമ്മീഷനോട് നിർദ്ദേശിച്ചിരിക്കുന്നത്. ബി ഗോപാലകൃഷ്ണനെതിരെ ഈ മതപരമായിട്ടുള്ള വിദ്വേഷ പരാമർശം നടത്തിയതുമായി ബന്ധപ്പെട്ട് ഗുരുവായൂർ ടെമ്പിൾ പോലീസും കേസെടുത്തിരുന്ന സാഹചര്യമുണ്ട്. അതേ തുടർന്ന് വിവാദ പരാമർശത്തെ തുടർന്ന് ആ വീഡിയോ പിൻവലിക്കുന്ന സാഹചര്യവും ഉണ്ടായിരുന്നു. അതായത് ഗോപാലകൃഷ്ണനെ സംബന്ധിച്ചിട്ട് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള ചട്ടങ്ങൾ പാലിച്ചുകൊണ്ടല്ല ഇത്തരം പരാമർശങ്ങൾ നടത്തുന്നതെന്നായിരുന്നു KSU ജില്ലാ സെക്രട്ടറിയുടെ ജില്ലാ പ്രസിഡന്റിന്റെ ഹർജിയിൽ പ്രധാനമായും ചൂണ്ടിക്കാട്ടിയത്. അതായത് ജനപ്രാതിനിധ്യ നിയമപ്രകാരം ഇത് ഗോപാലകൃഷ്ണൻ ചെയ്ത നിയമവിരുദ്ധമായ കാര്യമാണ്. അതിന് അടിയന്തരമായി നടപടി വേണം. അതുപോലെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിന് ഗോപാലകൃഷ്ണനെ വിലക്കുന്നതാണ് രാജ്യത്തിൻ്റെ മതസൗഹാർദ്ദത്തിന് ഉള്ള മറുപടിയായി ഗോപാലകൃഷ്ണനെ വിലക്കുക എന്നുള്ളതാണ് ചൂണ്ടിക്കാണിച്ചിരുന്നത്. KSUവിൻ്റെ ജില്ലാ പ്രസിഡന്റ് പ്രധാനപ്പെട്ട ഹർജിയിൽ പ്രധാനമായും ചൂണ്ടിക്കാണിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ ജനപ്രാതിനിധ്യത്തിലെ വകുപ്പ് 123-ാം വകുപ്പ് അനുസരിച്ചിട്ട് നിയമവിരുദ്ധമാണ് ബി ഗോപാലകൃഷ്ണൻ ചെയ്തത്. അതുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തെ അയോഗ്യനാക്കണമെന്നുള്ള ആവശ്യമായിരുന്നു ഹർജിയിൽ പ്രധാനമായും ഉന്നയിച്ചിരുന്നത്. പക്ഷേ തെരഞ്ഞെടുപ്പിലേക്ക് ഗോപാലകൃഷ്ണൻ മത്സരിക്കാം എന്നുള്ള കാര്യമാണ് വരുന്നത്. കാരണം 2 മാസത്തിനകം ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കാനാണ് പ്രധാനമായും കോടതി സൂചിപ്പിച്ചിരിക്കുന്നത്. ആ ഒരു സാഹചര്യത്തിൽ ഈ തെരഞ്ഞെടുപ്പിന് ഗോപാലകൃഷ്ണനെ മത്സരിക്കാം. അതേസമയം പരാമർശം അങ്ങേയറ്റം ഗൗരവതരമായതാണ് എന്ന് തന്നെയാണ് കോടതി നിരീക്ഷിച്ചത്. അത് സമൂഹത്തിനെ ഏത് തരത്തിൽ ബാധിച്ചു എന്നുള്ള കാര്യവും വിലയിരുത്തണമെന്നും ഇലക്ഷൻ കമ്മീഷനോട് കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. സജിത്ത്, അതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. ആജ്ഞ, ഒരു സംശയം കൂടി. ബി ഗോപാലകൃഷ്ണൻ ഗുരുവായൂരിലെ ബി.ജെ.പി. സ്ഥാനാർത്ഥിയാണ്. അപ്പോൾ അദ്ദേഹത്തിന് ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിനൊന്നും ഇത് തടസ്സമായി മാറില്ല. കാരണം വളരെ സമയപരിധിയിട്ടാണ് പരിശോധിക്കാൻ പറയുന്നത്. അപ്പോൾ ബി ഗോപാലകൃഷ്ണൻ ഇനി വിജയിച്ചു വരുന്ന സാഹചര്യം പോലും ഉണ്ടായാൽ അപ്പോൾ അത് വെല്ലുവിളി ഉണ്ടാക്കുമെന്ന് മാത്രമേ തൽക്കാലം ഈ കോടതിയുടെ നിർദ്ദേശം വെല്ലുവിളി ഉണ്ടാക്കുന്നുള്ളൂ, അല്ലേ? അങ്ങനെയാണോ? തീർച്ചയായിട്ടും. കാരണം 2 മാസത്തിനകം തീരുമാനമെടുക്കുന്നു എന്ന് പറയുമ്പോൾ ഗോപാലകൃഷ്ണനെതിരായിട്ടാണ് ഇലക്ഷൻ കമ്മീഷന്റെ തീരുമാനം. പ്രത്യേകിച്ചും അദ്ദേഹം മതവിദ്വേഷം പ്രചരിപ്പിക്കുന്ന തരത്തിലുള്ള പരാമർശങ്ങൾ നടത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യം വ്യക്തമാണ്. അക്കാര്യത്തിൽ അദ്ദേഹത്തിനെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് ഇലക്ഷൻ കമ്മീഷനോടും ബി ഗോപാലകൃഷ്ണനോടും കോടതി വിശദീകരണം തേടിയിരുന്നതുമാണ്. അതിന്റെ അടിസ്ഥാനത്തിലാണ് കോടതി 2 മാസത്തിനകം ഇക്കാര്യത്തിൽ തീരുമാനമുണ്ടാക്കണം എന്ന് ഇലക്ഷൻ കമ്മീഷനോട് നിർദ്ദേശിക്കുന്നത്. പരാമർശവും ഗൗരവതരമാണ് എന്നുള്ളതാണ് ജസ്റ്റിസ് ബെച്ചു കുര്യൻ തോമസിന്റെ നിരീക്ഷണവും അങ്ങനെയാണ്. അങ്ങനെ ഒരു സാഹചര്യം വരുമ്പോൾ ഗോപാലകൃഷ്ണൻ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചു വരികയാണെങ്കിൽ ഈ 2 മാസത്തിന് ശേഷം ഉണ്ടാകുന്ന നിരീക്ഷണം ഇലക്ഷൻ കമ്മീഷൻ ഏത് തരത്തിലാണ് ഇത് സമൂഹത്തെ ഏത് തരത്തിൽ ബാധിച്ചു എന്നുള്ള കാര്യം വ്യക്തമാക്കണമെന്ന് കോടതി പറഞ്ഞിട്ടുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ എങ്ങനെയാണ് ഈ ഗോപാലകൃഷ്ണന്റെ പരാമർശം അത് മതവിദ്വേഷ പ്രചാരണം എന്ന് പറയപ്പെടുമ്പോൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രചാരണങ്ങൾ അദ്ദേഹം നടത്തുമ്പോൾ അത് എങ്ങനെയാണ് മതേതര സമൂഹത്തെ ബാധിക്കുന്നത് എന്നുള്ള കാര്യമാണ് വിലയിരുത്താൻ കോടതി പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇലക്ഷൻ കമ്മീഷൻ തെരഞ്ഞെടുപ്പിൽ ഗോപാലകൃഷ്ണൻ ഗുരുവായൂരിൽ നിന്ന് ജയിച്ചു വരികയാണെങ്കിൽ അത് ഈ 2 മാസത്തിന് ശേഷം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വെക്കുന്ന റിപ്പോർട്ട് ഗോപാലകൃഷ്ണനെതിരാണെങ്കിൽ അത് സ്ഥാനാർത്ഥിത്വം അദ്ദേഹത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു സാഹചര്യം അസാധുവാകാനുള്ള സാഹചര്യം ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കുന്നത്. അത്തരം അതായത് MLA ആവുകയാണെങ്കിൽ അത് റദ്ദാക്കുന്ന സാഹചര്യത്തിലേക്ക് തന്നെ പോകേണ്ടി വരും എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. സൈത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ കണ്ടെത്തൽ, അതായത് ഇലക്ഷൻ കമ്മീഷന്റെ കണ്ടെത്തൽ വെല്ലുവിളിയാകുന്ന സാഹചര്യത്തിലേക്ക് ഗോപാലകൃഷ്ണൻ ഗുരുവായൂർ മണ്ഡലത്തിൽ നിന്ന് ജയിച്ചു വന്നാൽ മാത്രമേ അത് നേരിടേണ്ടി വരികയുള്ളൂ എന്നുള്ള കാര്യമാണ് ഇപ്പോൾ വ്യക്തമാക്കുന്നത്. എന്തായാലും നിലവിൽ ഗോപാലകൃഷ്ണന് ഈ ഗുരുവായൂർ മണ്ഡലത്തിൽ നിന്നും നിയമസഭയിലേക്ക് മത്സരിക്കാൻ ഈ കാര്യം തടസ്സമാകുന്നില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. സരിത.
മത്സരിക്കുന്നതിന് ബി ഗോപാലകൃഷ്ണന് തടസ്സമില്ല എന്ന കാര്യം കൂടിയാണ് വ്യക്തമാവുന്നത്. ഒരു കാര്യം വ്യക്തമാണ്, മുഖ്യമന്ത്രി അല്പസമയം മുമ്പ് മാധ്യമങ്ങളെ കണ്ടപ്പോഴും ഗുരുവായൂരെ കാര്യങ്ങൾ കൂടി പരാമർശിച്ചിരുന്നു. വർഗീയ പരാമർശങ്ങളല്ല അവിടെ ആവശ്യം, അവിടെ എല്ലാ മതത്തിലുള്ളവരെയും സ്വീകരിച്ച പാരമ്പര്യമാണ് ഗുരുവായൂരിനുള്ളത് എന്ന കാര്യമാണ് പറയുന്നത്. ബി ഗോപാലകൃഷ്ണൻ എത്തിയപ്പോൾ അതിഗുരുതരമായ ചില പരാമർശങ്ങളാണ്, വർഗീയ പരാമർശങ്ങളാണ് അവിടെ നടത്തിയത്. ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയാത്ത ഒരു നീക്കമാണ് ഉണ്ടായിരിക്കുന്നത്. കാരണം അവിടെ ഗുരുവായൂർ ക്ഷേത്രം ഹിന്ദു ക്ഷേത്രമുണ്ട്, അപ്പോൾ അവിടെ ഹിന്ദു MLA തന്നെ വരണം, അല്ലാത്തവരൊന്നും ഈ ക്ഷേത്രത്തിൻ്റെ താല്പര്യങ്ങൾ മാനിക്കില്ല, പരിഗണിക്കില്ല, ഇതൊക്കെയാണ് അദ്ദേഹം പറയാൻ ശ്രമിച്ചത്. എന്തായാലും വലിയ തരത്തിൽ വിവാദമായ ഈ പരാമർശത്തിൽ വലിയ പ്രതിഷേധങ്ങളും ഉയർന്നിരുന്നുണ്ട്. കാരണം ഗുരുവായൂർ പോലെയുള്ള ഒരു മണ്ഡലത്തെ മതവിദ്വേഷ പരാമർശം നടത്തി വഴിതിരിക്കാനുള്ള ശ്രമം കൂടിയാണ് അദ്ദേഹം നടത്തിയെന്നായിരുന്നു ആക്ഷേപം. എന്തായാലും ഇലക്ഷൻ കമ്മീഷന്റെ ഇടപെടൽ ആദ്യമുണ്ടായി, ഇപ്പോൾ ഇതാ കോടതിയുടെ ഇടപെടൽ കൂടി ഇക്കാര്യത്തിൽ ഉണ്ടായിരിക്കും. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.